പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. എന്നിട്ട് അത് വെച്ചൊരു പലഹാരം ഉണ്ടാക്കാനാണ് പോകുന്നത്. നമുക്ക് ആ ചക്ക മുറിക്കാം. രണ്ടു മൂന്ന് ദിവസമായത് പഴുക്കാനായിട്ട് വെച്ചിട്ട് പഴുത്തൊന്നറിയില്ല. നമുക്കൊന്ന് മുറിച്ച് നോക്കാണ്ടായി. നല്ലതായിട്ട് പഴുത്തിട്ടില്ലാന്ന് തോന്നുന്നു. മധുരം നോക്കട്ടെ. ഇച്ചിരി കൂടി പഴുക്കാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ ചക്ക നല്ല പഴുപ്പായിട്ടില്ല. അപ്പം നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമുക്കൊരു പുതിയൊരു പലഹാരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ പശ തൂത്തെടുക്കാം. പശ തൂത്തിട്ട് നമുക്കിതിനെ മുറിക്കാം. എടുക്കാവേ. പശ തൂത്തെടുത്തിട്ട് നമ്മളിതിനെ മുറിച്ചെടുക്കുവാണ്. ഇനി ഇതിനകത്തുനിന്ന് നമുക്കിതിൻ്റെ ചോള അടർത്തിയെടുക്കണം. നമ്മൾ നമുക്കിതിനകത്തെ ചോള അടർത്തിയെടുക്കാം. മുറിച്ചിതിൻ്റെ ഇതെല്ലാം മേൽഭാഗമെല്ലാം മുറിച്ച് കളയണം. മേൽഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതിനകത്തെ ചോള ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. കുരുവൊന്നും കളയാതെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് എടുക്കുവാണ്. ഇപ്പം നമ്മളിത് കുരുവൊന്നും കളയാതെ തന്നെയാണ് എടുക്കുന്നത്. നല്ല വൃത്തിയായിട്ട് എടുക്കണം. ഉള്ളെല്ലാം മാറ്റി നല്ല വൃത്തിയായിട്ട് നമ്മൾ എടുക്കണം. മധുരം കുറവാണ്. അപ്പം നമുക്കിതൊന്ന് ഒന്നുകൂടി പഴുക്കണമായിരുന്നു. നമ്മളിങ്ങനെ എല്ലാം കൊല്ലയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കണം. നല്ല പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. വേഗം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി തൊലിയെല്ലാം കളഞ്ഞ് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. നമ്മളിതേ ചക്ക ചുള എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും കളയാനില്ല. ഈ പൊല്ല മാത്രം ഒന്ന് പൊളിച്ച് കളഞ്ഞാൽ മതി. കുരു ഒന്നും നമ്മൾ കളയുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ പൊടിയിൽ മുക്കി വറുത്തെടുക്കുവാണ്. നമുക്ക് കുരുവും എല്ലാം അന്നേരം ഒന്ന് വെന്ത് വരും. എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് വരും. അത് തിന്നാനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പം നമുക്ക് ചക്ക ഇത് വറുക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കോൺഫ്ലവർ വേണം, മഞ്ഞപ്പൊടി വേണം, അതുപോലെ നമ്മൾ മുളക് ചതച്ചെടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് ചതച്ചെടുക്കുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട എടുക്കുന്നുണ്ട്. 3 മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ള മാത്രമാണ് നമ്മൾ മുട്ടയുടെ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുക്കാം. ചതച്ചെടുക്കാം. മുളക് നമുക്ക് നന്നായിട്ട് കല്ലിൽ വെച്ച് ചതച്ചെടുക്കുവാണ്.
കുരുമുളകും കൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. മുളകും കുരുമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം മാത്രം ഒന്ന്, മുട്ടയുടെ വെള്ളം മാത്രം ഒന്ന് ഊറ്റിയെടുക്കാം. ചെറിയതുവരായിട്ടാണ് മതി. ബ്രെഡ് ക്രംസ് ഇല്ലായിരുന്നു, അപ്പോൾ നമുക്ക് റസ്ക് ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ആവശ്യത്തിന് റസ്ക് എടുത്ത് പൊടിച്ചെടുക്കാം. നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ചക്ക നമ്മൾ മുളക് എടുത്തു, കുരുമുളക് എടുത്തു, വെളുത്തുള്ളി എടുത്തു, കോൺഫ്ലോർ, മഞ്ഞൾപ്പൊടി, മുട്ട, ബ്രെഡ് ക്രംസ്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പാനിലേക്ക് നമുക്ക് ബാറ്റർ റെഡിയാക്കാനുള്ള കോൺഫ്ലോർ ഇടാം. അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മുളകും കുരുമുളകും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് റെഡിയാക്കിയാൽ മതി. എരിവൊക്കെ വേണ്ടാത്തവർക്ക് മുളകൊക്കെ കുറച്ചെടുത്താൽ മതി. നമ്മൾ ബാറ്റർ മുക്കി പൊരിക്കാൻ പറ്റുന്ന പാകത്തിന് ബാറ്റർ റെഡിയാക്കുക. തരിയൊന്നുമില്ലാതെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. നമ്മൾ ആ വെള്ള എടുത്ത മുട്ടയുടെ മഞ്ഞയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അന്നേരം ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ആ മഞ്ഞയും കൂടി ബാലൻസ് വന്ന വെള്ളം എടുത്ത ബാലൻസ് വന്ന മഞ്ഞയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അടിച്ച് ചേർക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി നമ്മൾ ആദ്യം ഇടുവാണേ. അപ്പം നമുക്ക് ബാറ്ററിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നമുക്ക് ചക്ക മുക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടയിലൊന്ന് മുക്കി നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ടിടുവാണേ. നമ്മൾ ഓരോന്നും ഇതുപോലെ മുക്കിയെടുക്കുക. എത്ര എണ്ണം ആവശ്യമുണ്ടോ ഇത് മുക്കി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കൂടി നമ്മൾ മുക്കിയിട്ട് ഇട്ടെടുക്കുക.
നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നല്ല ചൂടിൽ വെച്ച് മൊരിച്ചെടുക്കുക. നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇതിനകത്ത് ചക്കക്കുരു ഉള്ളതാണ്, അപ്പം ചക്കക്കുരു കൂടി വേവേണ്ടതുണ്ട്. അപ്പം അത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. മുക്കായിടുന്ന നല്ലത്. മഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം. നമുക്ക് 4 മണിക്കെല്ലാം പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാവുന്ന നല്ലൊരു സ്നാക്കാണ്. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഗോൾഡൻ ബ്രൗൺ ആയത് നമ്മൾ കോരി മാറ്റുവാണ്. നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇത് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ പലഹാരം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചക്കപ്പഴം പൊരി. എങ്ങനെയുണ്ട് മോനെ? സൂപ്പറാണ് ഗൈസ്, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചക്കവാഴ കൊണ്ടുണ്ടാക്കിയ പലഹാരമാണ് ഇത്. മഴയത്ത് കഴിക്കാൻ നല്ല രസമാണ് ഗൈസ്. ഇത് ഭയങ്കര ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.